Congratulations, Mr. Hakim. You have done a very good job. A well-made investigation. Please take a seat. Thank you, sir. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ മീഡിയ, പ്രത്യേകിച്ചും പത്രക്കാര്, വല്ലാത്തൊരു എന്ത്യൂസാസത്തോടെയാണ് ഈ കേസിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പോലീസിനേക്കാൾ ആദ്യം പ്രസ് പീപ്പിൾസ് മണത്തറിയുന്നു. How is it? Unless you have close contact with them. Am I right? അത് പിന്നെ ഇതിങ്ങനെ പത്രങ്ങൾ വഴിയെങ്കിലും ഫ്ലാഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതിന്ന് പിക്ചർ പോലും കാണില്ലായിരുന്നു സാർ. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് അവരുടെയൊക്കെ ഇൻഫ്ലുവൻസും കോൺടാക്റ്റും. ഡിപ്പാർട്ട്മെന്റിൽ നല്ല കോടതിയെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന ബിഗ് ഷോട്ട്സ്. I see. അതെ, ഈ കക്ഷിയെ കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ മാത്രം ഉണ്ട് സാർ. ആ കണ്ണ് കണ്ടറിയാം പഠിച്ച കള്ളിയാണെന്ന്. സാറ് തന്നെ കണ്ടു നോക്ക്. ഇപ്പൊ എങ്ങത്തും അവരാൻ തോന്നുന്നു. എന്റെ പൊന്നയ്യന്മാരെ ഒന്ന് വഴി പ്ലീസ്. ഒന്ന് മാറിക്കാൻ എന്താ നിങ്ങൾ കാണിക്കുന്നത്? പ്ലീസ് പ്ലീസ്. സോറി സർ, റിയലി സോറി. നിങ്ങൾ കയറിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഒന്ന് കണ്ടോളാം. വിളിച്ചിറക്കി വേഷം കെട്ടിച്ച് കഴിഞ്ഞപ്പോ തൃപ്തിയായി അല്ലേ? എന്തിനാ സാർ ഈ നാടകമൊക്കെ? എന്തിനാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. പോയിക്കോളൂ. ഇതൊരുമാതിരി ഏർപ്പാടായി പോയി. അറസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് എന്നെ ഏർപ്പാടാ. പിന്നെ കണ്ടോളാം. വാ വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി പിഷാരടി? എന്താ ഒരു ഗൗരവം? ഒന്നും തടഞ്ഞില്ലേ? ബാക്കിയുള്ളവരുടെ തലയിൽ ചൂട് പിടിച്ചിരിക്കുമ്പോഴാ സാറിന്റെ ഒരു തമാശ പറച്ചില്. ഓ മനസ്സിലായി. ASP അദ്ദേഹം വിരട്ടിക്കാണോ അല്ലേ? അതെ, ചാർജ് എടുത്ത ഉടൻ തന്നെ പത്രക്കാരുടെയും സാധാരണക്കാരന്റെയും സബോർഡിനേറ്റ്സിന്റെയും നെഞ്ചത്ത് കയറുന്നതിന് ഡെഡിക്കേഷൻ എന്നല്ല ആരംഭശൂരത്തെന്നാ പറയുക. കൂടിയ കാക്കിയുടെ ധാർഷ്ട്യം തീർക്കാൻ ഈ തോമസ് കോരയുടെ കയ്യിൽ IPCയുടെ പല വകുപ്പുകൾ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. പത്രക്കാരുടേതുൾപ്പെടെ 19 യൂണിയനാ എന്റെ കയ്യിലുള്ളത്. നോ നോ ഹക്കീം, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യുവർ സിലി എക്സ്പ്ലനേഷൻസ്. പ്രതികളായാലും കുറ്റക്കാരായാലും അവർ മനുഷ്യരല്ലേ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ പത്രക്കാരെ വിളിച്ച് കൊട്ടിഘോഷിക്കുന്നത് ശരിയല്ല. See, that you follow a transparent professional policy, Mr. Hakim. Sir. ലോ കോളേജ് സ്റ്റുഡന്റ്സ് യൂണിറ്റി സിന്ദാബാദ്. പൊരുതുന്ന ക്യൂബൻ സഖാക്കൾക്ക് ഒരു കൈ സഹായം. അമേരിക്ക ക്യൂബയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സുഹൃത്തുക്കളെ, സഖാക്കളെ സംഭാവന ചെയ്യൂ പ്ലീസ്. പ്ലീസ്, നിങ്ങൾ കഴിയുന്ന മൂന്നാം ലോക രാജ്യങ്ങളെ കാർന്നു തിന്നുന്ന സാമ്രാജ്യത്വ ഭീഷണിക്കെതിരെ പടപൊരുതാൻ. അതെ, പടപൊരുതൽ കാണണമെങ്കിൽ ഇത്തിരി കഴിഞ്ഞ് കരിനിച്ച് നോക്കിയാൽ മതി. ഞങ്ങളെ വിട്ടേരെ. പ്രതികരിക്കാനുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആ കഴിവിനെ നിങ്ങൾ അതിങ്ങതാ പറഞ്ഞത്. രാവിലെ തന്നെ വജ്രായുധം കയ്യിലെടുത്തോടാ. ഉച്ച യൂണിയനുള്ള വകുപ്പോട് ഒപ്പിക്കാനുള്ളതാ. ഇല്ലെങ്കിൽ നീ എനിക്ക് ഊണ് വാങ്ങിച്ചു തരേണ്ടി വരും. നീ വരുന്നില്ല ക്ലാസ്സിൽ? പിരിവ് തീർന്നിട്ട് വരാം. രണ്ടിക്കോ. ഈ പോക്ക് കണ്ടിട്ട് ഇത് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കലാശിക്കുന്ന ലക്ഷണമാണ്. ഒന്നുമില്ല. ആനി ഡാനിയൽ എന്ന നസ്രാണി പെണ്ണ് മാമോദീസ വെള്ളം തലയിൽ വീണ ഒരു സത്യക്രിസ്ത്യാനിക്ക് എന്നെ പറഞ്ഞിട്ടുള്ളതാ. നിന്റെ ഗോഡ് ഫാദർ അല്ലേ രവി? അയാൾ ആനിയെ കെട്ടണമെന്ന് പറഞ്ഞാ നിനക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. കാശില്ലാത്തവൻ ഉള്ളവന്റെ കയ്യിൽ നിന്ന് ചോദിച്ചോ പറ്റിച്ചോ മേടിക്കും. ഇപ്പൊ തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് നമ്മൾ എത്ര കോടി കടം മേടിക്കുന്നു? വേൾഡ് ബാങ്കിന്റെ താക്കോല് അമേരിക്കയുടെ കയ്യില. എന്ന് വെച്ച് അമേരിക്ക പറഞ്ഞാൽ നാളെ കാശ്മീർ പാകിസ്ഥാൻ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പള്ളി വരെ പാട്ടക്കാരൻ വരെ. ഡൊണേറ്റ് പ്ലീസ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതിനകത്ത് വെള്ളം റെഡിയാക്കി വെക്കണമെന്നൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചത്തും മരിച്ചും പഠിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ കോരയുടെ കൂടെ താമസിച്ചാൽ മാത്രം മതി. ഏത് LLBയും ഈസിയായിട്ട് പാസ്സാവും. കോര, ക്ഷമയ്ക്കൊരതിരുണ്ട്. നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വെച്ച് വെള്ളം അടിക്കരുതെന്ന്. സോറി കൂട്ടുകാരാ, സോറി. സമ്മതിച്ചു, ഈ കോരയ്ക്കൊന്നുമില്ല. ഞാൻ വെറും ഒരു ഓസകാരൻ. കൂട്ടുകാരനെ പോലെ കാശിന് കാശും ചക്രം വാരി എറിയാൻ പറ്റിയ ഒരു മൂപ്പിൽസും ഒന്നും എനിക്കില്ല. പക്ഷെ ഒരിക്കലും ദൈവത്തിന് കുറ്റം പറയില്ല. ഇല്ലാത്ത എല്ലാത്തിന്റെയും കുറവ് തീർത്ത് മൂപ്പര് എനിക്ക് ഒന്ന് തന്നിട്ടില്ലേ, അത് മതി കൂട്ടുകാരാ, അത് മാത്രം മതി. നിന്നെ എനിക്ക് കൂട്ടുകാരനായി കിട്ടി. അതിലും വലിയ ഭാഗ്യമൊന്നുണ്ട്.
ഐ എം ലക്കി, ഐ എം വെരി ലക്കി. ദാ, നിന്റെ ഈ നാക്കില്ലായിരുന്നേ പണ്ടേ വല്ല പട്ടിയും കടിച്ചോണ്ട് പോയേനെ. അങ്ങനെ കടിച്ചോണ്ട് പോണമായിരുന്നെങ്കിലേ പെറ്റ ഉടനെ എന്റെ തള്ള എന്നെ ചവച്ചൂനെ വലിച്ചെറിഞ്ഞില്ലേ, അപ്പൊ വേണമായിരുന്നു. ആ ചവറുകൂന ഇന്ന് സെന്റ് ജൂഡ് ഓർഫനേജ് വരെ എങ്ങനെ എത്തിപ്പെട്ടെന്ന് എനിക്കിന്നും അറിയില്ല. പക്ഷേ അനാഥാലയത്തിലെ കുട്ടികളെ ജീവന് തുല്യം സ്നേഹിച്ച ഫാദർ ഡേവിഡിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഗ്രേറ്റ്. ഇപ്പോ എല്ലാം സഹിച്ച് ചെല്ലും ചെലവും തന്ന് എന്നെ തീറ്റി പോറ്റുന്നത് എന്റെ കൂട്ടുകാരാണ്. പക്ഷെ അതിന്റെ പേരില് നീ അടക്കം ഈ പറഞ്ഞ ആരോട് എനിക്കൊരു കടപ്പാടുമില്ല. കാരണം ഇതൊക്കെ നിങ്ങളുടെ ചുമതലയാണ്. എന്റെ തന്തയും തള്ളയെല്ലാം നിങ്ങളാണ്, നീ അടക്കമുള്ള ഈ സമൂഹം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകളും തെമ്മാടിത്തരങ്ങളും ഒക്കെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. How cute. പാവം കിളികൾ ജീവിതം മുഴുവനും ഇത്തിരി പോകുന്ന ഈ കൂട്ടിനുള്ളിൽ കഷ്ടമല്ലേ? എന്ത് കഷ്ടം? പേര് തന്നെ ലവ് ബേർഡ്സ്. ചുമ്മാ അടിച്ചു പൊളിച്ച് പ്രേമിച്ച പോരെ. എൻ്റെ ആനിയും കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഏത് കൂട്ടിനുള്ളിലും എത്ര കാലം കഴിയണമെങ്കിലും ഞാൻ റെഡി. ഒക്കെ ശരിയാ, പക്ഷെ സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ എനിക്ക് ലോകത്തിലാകെ എൻ്റെ ആനിമോള് മാത്രമല്ലേ ഉള്ളൂ. ഇനി എൻ്റെ ജാതിയും മതവും ഒക്കെ എൻ്റെ ആനിമോളാ. അവളുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും അപ്പുറം എനിക്കൊരു ഇഷ്ടവും താല്പര്യവുമില്ല. അതെ അതെ. എവിടെ പോയി രണ്ടുപേരും? എത്തിയല്ലോ. എന്റെയും കൂടെ ഒരെണ്ണം എടുക്ക. ഗ്ലാമർ അല്പം കുറവാണെങ്കിൽ ഫോട്ടോയിൽ ഒരു പ്രത്യേക ചന്ത കാണും ഇല്ലേ? എടുത്തോ. അയ്യോ, സിംഗിൾ എടുക്കാൻ റോൾ തീർന്നല്ലോ. ആ, ഇതാ പറഞ്ഞത്, അവസരങ്ങൾ ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാറില്ല, ഇടിച്ചു കയറണം. ഇല്ലെങ്കിൽ ജീവിതത്തിലും നമ്മുടെ റോൾ ഇതേപോലെ തീർന്നു പോകും. ഫ്രണ്ട്സ്, ആൾ ഇന്ത്യ മൂഡ് കോർട്ട് കോമ്പറ്റീഷനിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രവിരാമകൃഷ്ണയ്ക്ക് ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും. എന്റെയും അനുഗ്രഹങ്ങൾ. കഴിക്കാൻ വരട്ടെ. ഇന്ന് ഇത്ര പെഗ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് രവിരാമകൃഷ്ണൻ ഒരു കണ്ടീഷൻ വയ്ക്കാൻ പാടില്ല. ഓക്കെ? നീ അടിച്ചു പൂക്കുറ്റിയാ. താങ്ക് യു. രവിരാമകൃഷ്ണന്റെയും ഭാവി ആനി ഡാനിയലിന്റെയും സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി നിർത്ത. അതൊന്നും ഇവിടെ പറയേണ്ട വിഷയമല്ല. ആനി ഡാനിയൽ ഒരിക്കലും ആനി രവിരാമകൃഷ്ണൻ ആവില്ല, ആകാൻ സമ്മതിക്കില്ല. ഷീ വിൽ ബി ആനി തോമസ് കോര. അവൻ അടിച്ചു തുടങ്ങിയപ്പോഴേ കുഴപ്പമായി. എന്താ ബെറ്റുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ ബെറ്റ് വെക്കാൻ പറ. ധൈര്യമായിട്ട് കൊണ്ട് ബെറ്റ് വൈരവി വിടണ്ട രവി, ബെറ്റ് വെക്കേ. ഏയ് ഞാനില്ല. ഓക്കെ, ബെറ്റ് ബെറ്റ് എങ്കിൽ ബെറ്റ്. അവൻ എന്തെങ്കിലും ഭ്രാന്ത് പറഞ്ഞു വിചാരിച്ചു. പേടി. ആനിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തല മൊട്ടയടിക്കാം. എന്താ? ബെറ്റ് വെക്കി രവി, ഇവൻ തല മുട്ടയടിച്ചെടുക്കും, നമുക്കൊന്ന് കാണാലോ. അത് നടക്കൂല മോനെ. ബെറ്റ് വെക്കാൻ പറ. ധൈര്യം ഉണ്ടെങ്കിൽ ബെറ്റ് വെക്കാൻ പറ. ഓക്കെ, ആനിയുടെ സമ്മതത്തോടെ നമ്മളിൽ ആർക്ക് വേണമെങ്കിലും അവളെ സ്വന്തമാക്കാം. ഒരുത്തൻ മിന്നുകെട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റവൻ ഇടങ്കോലിടാൻ പാടില്ല. ഓക്കെ? ഓക്കെ പറ രവി. ഓക്കെ. ആനി, എന്താ ഇത്? ഈ ബുക്സ് ഒക്കെ ഓഫീസ് റൂമിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു. മനുഷ്യരെ പേടിപ്പിച്ചല്ലോ. അതൊക്കെ അവിടെ കിടക്കട്ടെ, സമയമില്ല. പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പോണം. എങ്ങോട്ടാ? അത് പിന്നെ അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. ആ, ഇന്ന് കാക്ക മലർന്നു പറക്കും. ഏത് പടവാ? എല്ലാം ഒരു പടമാവുന്ന ലക്ഷണമാ. എനിക്ക് മടുത്താനി. പാർട്ടി, ഗ്രൂപ്പ്, ട്രേഡ് യൂണിയൻ എനിക്ക് മതിയായി. കുറച്ച് ദിവസത്തേക്ക് എല്ലാം മറന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കണം. ഒരു ചേഞ്ച്. ഇതൊരു കുഴപ്പം പിടിച്ച നാടാ. ഇവിടെ എന്റെ ജീവന് പോലും ഭീഷണിയുണ്ട്. വധഭീഷണി. വധഭീഷണിയോ? എന്തായി പറയുന്നേ? എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം പെട്ടെന്ന് റെഡിയാവും. അച്ഛൻ ആദ്യം ഒരു ചായ കുടിക്ക, എല്ലാം ശരിയാകും. നോക്കൂ, അതെ, ധ്യാനത്തിനോ ഉരുളി കമഴ്ത്താനോ എവിടെയെന്ന് വെച്ചാലും പോവാം. ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. എന്താ പറ്റിയേ? ഇത് ഇത്തിരി മോര് കൊണ്ട് കീഴടങ്ങുന്ന ലക്ഷണമല്ലല്ലോ. ആ, അച്ചാറിടാൻ കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ടുണ്ട്. തൽക്കാലം അത് തല്ലിച്ചതച്ച് തളം വെച്ച ഈ തലയിൽ ഓളോ നടങ്ങിയേനെ. ഒരിടത്ത് പോണോന്ന് ഞാനും കുറച്ചു കാലം വിചാരിക്കുന്നതാ. ആ, നയാഗ്ര വെള്ളച്ചാട്ടവും ജിബ്രാൾട്ടർ ഉൾക്കടലും കൂടി കാണാൻ. അത് മാത്രല്ലേ ഇനി കാണാൻ ബാക്കിയുള്ളൂ. എന്താ നോക്കണേ? കോരയുടെ ഭാര്യ ആവുമ്പോ എനിക്ക് ഇത്തിരി തമാശയൊക്കെ ആവാം, അല്ലേ ചായ?
ചെക്കിംഗ് ഓക്കെ ബഷീർ ഓക്കെ സാർ. സോ ഇനി ഡെഡ് ബോഡിക്ക് പകരം ബഷീർ എന്ന് കിടന്ന് പൊസിഷൻ തരണം കമാ. ആ ബഷീർ ഈ ബെഡിൽ എത്തിപ്പിടിക്കാൻ പറ്റില്ലെന്ന് നോക്കി. പറ്റും സാർ. സർ ഈ പോയിസൺ ബോട്ടിൽ തൽക്കാലം കയ്യിലിരിക്കട്ടെ. യെസ് സർ. മരണവെപ്രാളത്തിൽ സ്വന്തം മുഖവും ഡ്രസ്സുകളും തന്നെ മാന്തി കീറിയ പരേതൻ കയ്യെത്തും ദൂരത്തുള്ള ഈ കിടക്കയും ബെഡ്ഷീറ്റും ഒന്നും തൊട്ടിട്ട് പോലുമില്ല അല്ലേ? വിഷാംശം കലർന്ന ലിംക ബോട്ടിലിൽ പെൺകുട്ടിയുടെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. വിഷക്കുപ്പിയിൽ മാത്രം അതില്ല. അതിലെന്തെങ്കിലും പൊതിഞ്ഞു കൊണ്ടുവന്നാണെങ്കിലോ സാർ? ഒന്നിൽ മാത്രം വിഷാംശമുള്ള സ്ഥിതിക്ക് കൊലപ്പെടുത്തുക തന്നെയല്ലേ ഉദ്ദേശം? പ്ലാൻ ചെയ്തു വന്ന പല പദ്ധതികളും കൊലപാതകത്തിന് അടുത്തപ്പോഴുള്ള ടെൻഷനിടയിൽ പാളിപ്പോയിരിക്കാനും സാധ്യതയുണ്ട്. ജ്യോതിർ ഘോഷ് തന്നെയായിരുന്നു മയക്കുമരുന്നിന് അടിമയെങ്കിൽ വേറെ ആംബിയോൾ കാണുമായിരുന്നു. ബാപ്പാ മോള് ഉമ്മച്ചിയുടെ അടുത്തേക്കല്ലേ? ആ സാർ, ഇതെന്റെ ഭാര്യയും കുഞ്ഞുവാ. വീട് നിർത്താ. മോള് വന്നേ. ലുക്കിംഗ് സോ സ്മാർട്ട്. എന്താ പേര്? സുറുമി. നൈസ് നെയിം. സോ പോവാം.